നമസ്കാരം, ന്യൂസ് മാരത്തണിലേക്ക് സ്വാഗതം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPM നേതാവിനെ വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടിയിൽ ഹർത്താൽ പുരോഗമിക്കുന്നു. കൊയിലാണ്ടി സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി PV സത്യനാഥനാണ് ക്ഷേത്രോത്സവത്തിനിടെ വെട്ടേറ്റു മരിച്ചത്. സംഭവത്തിൽ CPM മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും സത്യനാഥന്റെ അയൽവാസിയുമായ അഭിലാഷ് പിടിയിലായി. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം നടന്നത്. കൊയിലാണ്ടി പെരുവട്ടൂർ ചെറിയപുറം ക്ഷേത്രോത്സവത്തിലെ ഗാനമേളയ്ക്കിടെ സത്യനാഥനെ ആക്രമിക്കുകയായിരുന്നു. ശരീരത്തിൽ മഴുകൊണ്ട് 4-ലധികം വെട്ടേറ്റ് വീണ സത്യനാഥനെ ഉടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. സംഭവത്തിൽ മുൻ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ അഭിലാഷിനെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ കൊയിലാണ്ടി നഗരസഭാ ചെയർമാനായിരുന്ന K സത്യന്റെ ഡ്രൈവറായിരുന്നു. ഇയാൾക്ക് സത്യനാഥനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നതായാണ് പോലീസ് നൽകുന്ന വിവരം. തിരുവനന്തപുരം ചാക്കിയിൽ നിന്ന് കാണാതായ 2 വയസ്സുകാരിക്കും സഹോദരങ്ങൾക്കും ആധാറോ ജനന സർട്ടിഫിക്കറ്റോ അടക്കമുള്ള രേഖകളില്ല. രേഖകൾ ലഭിക്കാത്തതിനാൽ DNA അടക്കമുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ കുട്ടികളെ വിട്ടു നൽകുകയുള്ളൂ. അമ്മയെയും 2 വയസ്സുകാരിയെയും വഞ്ചിയൂരിലുള്ള സംരക്ഷണ കേന്ദ്രത്തിലേക്കും മറ്റു 3 ആൺകുട്ടികളെ ശിശുക്ഷേമ സമിതിയിലേക്കും ആണ് മാറ്റിയത്. അമ്മയെയും കുഞ്ഞിനെയും മാറ്റുന്നതിനെതിരെ ബന്ധുക്കൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു. അമ്മ 4 മാസം ഗർഭിണിയാണ്. ഒടുവിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പോലീസ് ഇടപെട്ടാണ് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. മാതാപിതാക്കളുടെ ആധാർ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് വെച്ച് ആന്ധ്രാപ്രദേശിലെ ഇവരുടെ ഗ്രാമത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. തിരുവനന്തപുരം നേമത്ത് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ വ്യാജ അക്യൂപങ്ചർ പ്രസവ ചികിത്സ നൽകിയ ആളെ കണ്ടെത്താനാകാതെ പോലീസ്. മരിച്ച ഷമീറയുടെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയെയും മകളെയും പ്രതി ചേർക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതിലും നടപടി ഉണ്ടായില്ല. ഷമീറയുടെ പ്രസവ സമയം ഭർത്താവ് നയാസിനൊപ്പം ആദ്യ ഭാര്യയും മകളും ഉണ്ടായിരുന്നതായി നയാസ് തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അക്യൂപങ്ചർ പഠിച്ച മകൾ പ്രസവം എടുക്കാൻ ശ്രമിച്ചുവെന്നും മൊഴിയുണ്ട്. എന്നാൽ ഇവർ 2 പേർക്കും എതിരെ ഇതുവരെയും കേസ് എടുത്തിട്ടില്ല. അക്യൂപങ്ചർ ചികിത്സ നൽകിയ വ്യക്തിയെയും പിടികൂടാൻ ആയിട്ടില്ല. വെഞ്ഞാറമൂട് തേമ്പാമൂട് സ്വദേശിയായ ഷിഹാബുദ്ദീനെ തേടി ആദ്യ ദിവസം പോലീസ് എത്തിയപ്പോൾ അയാൾ സ്ഥലത്ത് ഉണ്ടായിരുന്നുവെങ്കിലും രജിസ്ട്രേഷൻ രേഖകൾ നൽകാൻ ഇയാൾ തയ്യാറായില്ല. പിന്നീട് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റിൽ ഉറച്ച് മുസ്ലിം ലീഗ്. സീറ്റില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിനാണ് നീക്കം. UDF യോഗം ബഹിഷ്കരിക്കാനും ആലോചനയുണ്ട്. ലോക്സഭാ സീറ്റില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് പ്രഖ്യാപനം നടത്തണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു. രാജ്യസഭാ സീറ്റും നൽകില്ലെന്ന കോൺഗ്രസ് നിലപാടിൽ ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട്. സീറ്റില്ലാതെ ഒത്തുതീർപ്പിനില്ലെന്നാണ് ലീഗിന്റെ നിലപാട്. സീറ്റ് തന്നില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്നും ലീഗ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ലീഗിന്റെ ശ്രമം. രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചില്ലെങ്കിൽ UDF കൺവീനർ MM ഹസന് സാധ്യതയേറുന്നു. ഇന്ത്യ മുന്നണി സഖ്യ സാധ്യതകൾ നിലനിർത്താനാണ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം മാറാനുള്ള നീക്കം. ഇതിൽ ഹൈക്കമാൻഡിനും താൽപര്യമുണ്ടെന്നാണ് സൂചന. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പാർട്ടിയുമായി അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ തന്നെ ദേശീയ നേതാവ് മത്സരിക്കുന്നതിനോട് പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ട്. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട് മാത്രമല്ല ഹിന്ദി ബെൽറ്റും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും സുരക്ഷിതമാണെന്നും കണക്കുകൂട്ടലുണ്ട്. ഈ സാഹചര്യത്തിലാണ് CPI-യുമായി നേരിട്ടുള്ള മത്സരം ഒഴിവാക്കുന്നത്. NDA ഘടകകക്ഷിയാണെങ്കിലും മുന്നണിയിൽ ഒരു തരത്തിലുമുള്ള പരിഗണനയും ലഭിക്കുന്നില്ലെന്ന് തുറന്നടിച്ച് ജനാധിപത്യ രാഷ്ട്രീയ സഭാ നേതാവ് CK ജാനു. കഴിഞ്ഞ ദിവസം മുത്തങ്ങയിൽ സംഘടിപ്പിച്ച ഒരു ചടങ്ങിനിടെയായിരുന്നു ജാനുവിന്റെ പ്രതികരണം. മുന്നണിയിലെ ഘടകകക്ഷി എന്ന നിലയ്ക്ക് തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ചർച്ചകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്ങനെ NDAയുടെ നിലപാടിനെ സ്വീകരിക്കണമെന്നുള്ള തരത്തിലും ചർച്ചകൾ നടന്നിട്ടില്ല. താമസിയാതെ അങ്ങനെ ഒരു ചർച്ച നടക്കുമെന്നാണ് കരുതുന്നത്. മുന്നണിയിലെ ഒരു അംഗമായ രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് സാധാരണ ഒരു ഘടകകക്ഷിയെ പരിഗണിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും മുന്നണിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. മുന്നണി അംഗമെന്ന നിലയ്ക്ക് ജനാധിപത്യ രാഷ്ട്രീയ സഭയെ NDA എല്ലാ യോഗങ്ങളിലും വിളിക്കുന്നുണ്ട്. എന്നാൽ ഘടകകക്ഷികൾക്ക് നൽകുന്ന അധികാരമോ അവർക്ക് അർഹതപ്പെട്ട വിഹിതമോ സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെ ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും CK ജാനു തുറന്നടിച്ചു. പത്തനംതിട്ടയിൽ PC ജോർജിന് പകരം PS ശ്രീധരൻപിള്ളയെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത തേടി BJP. ജോർജിനെ അംഗീകരിക്കില്ലെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തന്നെ BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു.
മതസാമുദായിക സംഘടനകൾ ഒന്നടങ്കം ശ്രീധരൻപിള്ളയെ പിന്തുണയ്ക്കുമെന്നാണ് NDA നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പത്തനംതിട്ടയിൽ സീറ്റ് നൽകാമെന്ന ഉറപ്പ് BJP കേന്ദ്ര നേതൃത്വം PC ജോർജിന് നൽകിയിരുന്നു. എന്നാൽ ജനപക്ഷവും ഇല്ലാതാക്കി ജോർജ് BJPയിൽ എത്തിയപ്പോൾ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. പാർട്ടി നടത്തിയ അഭിപ്രായ സർവേയിൽ നേതാക്കൾ ഒന്നടങ്കം PC ജോർജ് വേണ്ടെന്ന അഭിപ്രായം അറിയിച്ചു. അതിലുപരി BDJSനും ജോർജിനെ വേണ്ട. ഇതോടെയാണ് പുതിയ ഫോർമുല BJP നേതൃത്വം ആലോചിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ CPMനെ പരിഹസിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഒരു മന്ത്രി നിന്ന് തോൽക്കണമെന്ന് CPMന് നിർബന്ധമെന്ന് പരിഹസിച്ച ചെന്നിത്തല അതാണ് ആലത്തൂരിൽ സംഭവിക്കാൻ പോകുന്നതെന്നും അഭിപ്രായപ്പെട്ടു. എല്ലാ പാർട്ടികൾക്കും കൂടുതൽ സീറ്റ് അവകാശപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ടെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് വിഷയത്തിൽ ചെന്നിത്തലയുടെ പ്രതികരണം. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് വൈകാതെ തീരുമാനമെടുക്കും. രാജ്യസഭാ സീറ്റിലേക്ക് ലീഗിനെ പരിഗണിക്കുമോ എന്നത് അന്തിമ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് നേരിടുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. താപനില ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. കായംകുളത്ത് ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. MSM കോളേജിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. കൊല്ലത്ത് നിന്ന് തോപ്പുംപടിയിലേക്ക് പോയ ഡബിൾ ഡെക്കർ ബസ്സിനാണ് തീപിടിച്ചത്. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. തീ പടരും മുൻപ് യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ ആർക്കും പരിക്കില്ല. മണം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഡ്രൈവർ ഇടപെട്ടത്. ബസ്സിൽ നിന്ന് രൂക്ഷമായ ഗന്ധം ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ഉടൻ തന്നെ ബസ് നിർത്തി. യാത്രക്കാരോട് ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്താണ് അപകടത്തിന് കാരണമെന്ന വ്യക്തമല്ല. അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് എറണാകുളം, ബംഗളൂരു, കോയമ്പത്തൂർ, തിരുവനന്തപുരം എന്നീ റൂട്ടുകളിൽ ഒരിടത്തുകൂടി ലഭിച്ചേക്കും. തിരുവനന്തപുരം ഡിവിഷന്റെ പക്കലുള്ള വന്ദേ ഭാരത് സ്പെയർ ട്രെയിൻ ഉപയോഗിച്ചാണ് സർവീസ് ലഭിക്കുക. ആലപ്പുഴ വഴിയുള്ള തിരുവനന്തപുരം, കാസർഗോഡ് വന്ദേ ഭാരത് മംഗളൂരുവിലേക്ക് നീട്ടാൻ റെയിൽവേ തീരുമാനിച്ചതോടെയാണ് പുതിയ സർവീസിനുള്ള തീരുമാനം. കേരളം ആദ്യം മുതൽ എറണാകുളം, ബംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണി സൗകര്യം ഇല്ലാത്തതിനാൽ പരിഗണിച്ചിരുന്നില്ല. കാസർഗോഡ് ട്രെയിൻ മംഗളൂരുവിലേക്ക് നീട്ടുന്നതോടെ ട്രെയിനിന്റെ തിരുവനന്തപുരത്തെ അറ്റകുറ്റപ്പണിയും അവിടേക്ക് മാറും. ഇതോടെ സ്പെയർ റേക്ക് ഇല്ലാതെ സർവീസ് നടത്താൻ കഴിയും. പുതുതായി വാഹനം രജിസ്റ്റർ ചെയ്യാൻ വാഹൻ പോർട്ടൽ വഴി അപേക്ഷ ലഭിച്ചാൽ 2 പ്രവൃത്തി ദിവസത്തിനകം രജിസ്ട്രേഷൻ നമ്പർ അനുവദിക്കണമെന്ന് നിർദ്ദേശിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കുലർ പുറപ്പെടുവിച്ചു. ഇതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടികൾ സ്വീകരിക്കും. ഏതെങ്കിലും രേഖകളുടെ അഭാവത്തിൽ അപേക്ഷ നിരസിക്കേണ്ട സാഹചര്യം വന്നാൽ അക്കാര്യം വ്യക്തമായി രേഖപ്പെടുത്തണമെന്നും സർക്കുലറിൽ പറയുന്നു. പുതുതായി വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനായി വാഹൻ വഴി അപേക്ഷ സമർപ്പിക്കുമ്പോൾ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ ചട്ടം 47 നിഷ്കർഷിക്കുന്ന രേഖകൾ അനക്ഷർ B പ്രകാരം ഉൾപ്പെടുത്തണം. ഈ രേഖകളേക്കാൾ യാതൊരു അധിക രേഖകളും ആവശ്യപ്പെടാൻ പാടില്ല. വാഹനം ഒരു സ്ഥാപന മേധാവിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുവാൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ വ്യക്തികളുടെ വ്യക്തിഗത ആധാർ, പാൻ വിവരങ്ങൾ വേണമെന്ന് നിർബന്ധിക്കരുത്. എന്നാൽ ഈ സ്ഥാപനങ്ങളുടെ പേരിലുള്ള പാൻ, ടാൻ വിവരങ്ങൾ ഉൾപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കണം. സാമ്പത്തിക ഞെരുക്കത്തിൽ സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലേക്ക്. ഭീമമായ കുടിശ്ശിക വരുത്തിയതോടെ മോട്ടോർ വാഹന വകുപ്പിനുള്ള സേവനങ്ങൾ നിർത്തിവെക്കുന്നതിനായി CDIT അറിയിച്ചു. 6.5 കോടിയിലേറെ രൂപയാണ് ഒരു വർഷത്തെ കുടിശ്ശികയായി CDITന് നൽകാനുള്ളത്.
ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും അച്ചടിച്ചിറക്കാൻ പണമില്ലാതെ നെട്ടോട്ടമോടുമ്പോഴാണ് പുതിയ പ്രതിസന്ധി. ഫെസിലിറ്റി മാനേജ്മെന്റ് പ്രൊജക്ട് വഴി മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി ഒട്ടേറെ സേവനങ്ങളാണ് CDIT നൽകി വരുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ സേവനത്തിനുള്ള തുക നൽകിയിട്ടില്ല. 6,58,00,000 കടന്നു കുടിശ്ശിക. ഇതോടെ കഴിഞ്ഞ വർഷം നവംബറിൽ സേവനങ്ങൾ തടസ്സപ്പെടുമെന്ന മുന്നറിയിപ്പ് CDIT നൽകിയിരുന്നു. അതുകൊണ്ട് പ്രയോജനമില്ലാതെ വന്നതോടെയാണ് സേവനം നിർത്തിവെക്കുകയാണെന്ന് കാണിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആലപ്പുഴയിലെ 13-കാരന്റെ ആത്മഹത്യയിൽ 3 അധ്യാപകർക്ക് സസ്പെൻഷൻ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇന്ന് അധ്യാപകരുടെ മൊഴിയെടുക്കും. പോലീസ് സ്കൂളിലെ സഹപാഠികളുടെ മൊഴിയെടുത്തിരുന്നു. വിശദമായ അന്വേഷണത്തിന് SP-യോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബാലാവകാശ കമ്മീഷൻ പറഞ്ഞു. ആത്മഹത്യാ പ്രേരണ ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ അറിയിച്ചു. കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി മനോജ് മീര ദമ്പതികളുടെ മകൻ AM പ്രജിത്ത് കഴിഞ്ഞ 15-നാണ് കാട്ടൂർ വീട്ടിൽ തൂങ്ങി മരിച്ചത്. PT അധ്യാപകന്റെ ശിക്ഷാ നടപടിയിൽ മനം നൊന്ത് ജീവനൊടുക്കിയെന്നാണ് ആരോപണം. മലപ്പുറം എടവണ്ണപ്പാറയിൽ 17-കാരിയെ ചാലിയാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ. പ്രായപൂർത്തിയാവാത്ത നിരവധി കുട്ടികളെ കരാട്ടെ മാസ്റ്റർ സിദ്ദീഖ് അലി ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നാണ് വെളിപ്പെടുത്തൽ. ഇയാൾക്കെതിരെ നേരത്തെ പോലീസിൽ പരാതി നൽകിയ അതിജീവിതയുടേതാണ് പുതിയ വെളിപ്പെടുത്തൽ. കരാട്ടയുടെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചിരുന്നത്. താൻ പരമഗുരു ആണെന്നും മനസ്സും ശരീരവും തനിക്ക് സമർപ്പിക്കണമെന്നും അല്ലാത്തവർ രക്ഷപ്പെടില്ലെന്നും കുട്ടികളെ വിശ്വസിപ്പിച്ചായിരുന്നു പീഡനം. പ്രതിയിൽ നിന്നുള്ള ഭീഷണി കാരണമാണ് താൻ മൊഴി മാറ്റി പറഞ്ഞതെന്നും അതിജീവിത മാധ്യമങ്ങളോട് പറഞ്ഞു. പെൺകുട്ടിയുടെ പരാതിയിൽ സിദ്ദീഖ് അലി പോക്സോ കേസിൽ അറസ്റ്റിലാവുകയും മൊഴി മാറ്റിയതിനെ തുടർന്ന് കുറ്റവിമുക്തനാവുകയും ചെയ്തിരുന്നു. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ ശുപാർശയ്ക്ക് അനുസൃതമായി 9 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി പുസ്തകം തുറന്നുവെച്ചുള്ള പരീക്ഷ CBSE പരിഗണിക്കുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ രാജ്യത്തെ ചില സ്കൂളുകളിലാകും 9, 10 ക്ലാസുകളിൽ ഇംഗ്ലീഷ്, ഗണിതം, ശാസ്ത്രം എന്നിവയിലും 11, 12 ക്ലാസുകളിൽ ഇംഗ്ലീഷ്, ഗണിതം, ബയോളജി എന്നിവയിലും ഈ വർഷം അവസാനത്തോടെ ഇത്തരത്തിൽ പരീക്ഷ നടത്തുക. വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമോ പഠന സാമഗ്രികളോ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാം. അവ റഫർ ചെയ്ത് പരീക്ഷ എഴുതാം. സാധാരണ പരീക്ഷയേക്കാൾ വെല്ലുവിളി നിറഞ്ഞതാണ് ഓപ്പൺ ബുക്ക് പരീക്ഷയെന്നത് വിദ്യാഭ്യാസ വിദഗ്ധർ പറയുന്നു. വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് ബാങ്ക് ജപ്തി ചെയ്ത വീടിനുള്ളിലുള്ള സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉടമയ്ക്ക് തിരികെ നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. വീട്ടുടമയ്ക്ക് പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ ഫെബ്രുവരി 27-ന് നടക്കേണ്ട ഇന്റർവ്യൂവിന് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ ബാങ്ക് ജപ്തി ചെയ്ത വീടിനുള്ളിലാണ്. സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ ജോലി ലഭിക്കില്ലെന്നാണ് പരാതിക്കാരി കമ്മീഷനെ അറിയിച്ചത്. കാനറ ബാങ്ക് കിളിമാനൂർ ശാഖാ മാനേജർ പരാതി പരിഹരിച്ച ശേഷം ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥ് ആവശ്യപ്പെട്ടു. കേസ് അടുത്ത മാസം കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ പരിഗണിക്കും. 2024 ജനുവരി 24-നാണ് ബാങ്ക് വീട് ജപ്തി ചെയ്തത്. വീട്ടുസാധനങ്ങളും വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും ജപ്തി ചെയ്ത വീട്ടിനുള്ളിലാണ്. കിളിമാനൂർ വെള്ളല്ലൂർ വിളവൂർക്കോണം സ്വദേശി രാമദാസും സജിതയും സമർപ്പിച്ച പരാതിയിലാണ് നടപടി. പത്തനംതിട്ട തിരുവല്ലയിൽ 20 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ അറസ്റ്റിൽ. പാലക്കാട് തിരുമറ്റക്കോട് സ്വദേശികളായ അമീൻ, ഉനൈസ് എന്നിവരാണ് പിടിയിലായത്. പിക്കപ്പ് വാനിൽ സവാള ചാക്കുകൾക്കടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലക്ഷങ്ങളുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളെന്ന് പോലീസ് പറഞ്ഞു. 45 സവാള ചാക്കുകളിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത്. ബംഗളൂരുവിൽ നിന്നുമാണ് പ്രതികൾ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നത്. തിരുവല്ലയിലെ മൊത്ത കച്ചവടക്കാർക്ക് കൈമാറാൻ കൊണ്ടുവന്നതാണെന്നാണ് നിഗമനമെന്നും പോലീസ് പറഞ്ഞു. ബൈജു സാപ്പിന്റെ ഉടമയും മലയാളിയുമായ ബൈജു രവീന്ദ്രൻ ഇന്ത്യ വിട്ടെന്ന് സൂചന. ബൈജു രവീന്ദ്രൻ ഇപ്പോൾ ദുബായിലാണെന്നാണ് വിവരം. നേരത്തെ ബൈജു ഇന്ത്യ വിട്ടാൽ അറിയിക്കണമെന്ന് കാട്ടി ED നോട്ടീസ് പുറപ്പെടുവിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് പോയത്. അന്ന് രാജ്യം വിടുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല എന്നതിനാലാണ് ബൈജു ദുബായിലേക്ക് മാറിയത്. ബൈജു ഇനി ഇന്ത്യയിലേക്ക് തിരികെ വരുമോ എന്നതിൽ വ്യക്തതയില്ല. ബൈജു രവീന്ദ്രനെതിരെ കഴിഞ്ഞ ദിവസം ED ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് Z+ സുരക്ഷ അനുവദിച്ചു. ഖാർഗെയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരമാണ് തീരുമാനം. 10 NST കമാൻഡോകൾ അടക്കം 55 ഉദ്യോഗസ്ഥർ ഖാർഗെയ്ക്ക് ചുറ്റും കാവലുണ്ടാകും.
ബുള്ളറ്റ് പ്രൂഫ് വാഹനവും Z+ സുരക്ഷയിൽ ഉൾപ്പെടുന്നുണ്ട്. Z+, Z, Y, X എന്നിങ്ങനെ 4 തരത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഉള്ളത്. 2019 വരെ ഗാന്ധി കുടുംബത്തിന് SPG സുരക്ഷ ഉണ്ടായിരുന്നു. പിന്നീട് ഇത് Z+ലേക്ക് തരം താഴ്ത്തി. പ്രധാനമന്ത്രിയുടെ സുരക്ഷ SPG ആണ് കൈകാര്യം ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സീറ്റ് വിഹിതത്തെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാണെന്ന് തൃണമൂൽ കോൺഗ്രസ്. പശ്ചിമ ബംഗാൾ, മേഘാലയ, അസം എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള സീറ്റുകൾ പങ്കുവയ്ക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നതെന്നാണ് വിവരം. ഒരു മാസം മുൻപാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. 8-10 സീറ്റുകളെങ്കിലും വേണമെന്ന കോൺഗ്രസ് അഭ്യർത്ഥന TMC നിരസിച്ചതിനെ തുടർന്ന് ഇരു പാർട്ടികളും തമ്മിൽ നേരത്തെ ഭിന്നത ഉണ്ടായിരുന്നു. മേഘാലയയിലും ആസമിലും TMC കോൺഗ്രസിന് ഓരോ സീറ്റ് വീതം നൽകിയേക്കും. അസമിൽ 14 ലോക്സഭാ സീറ്റുകളും മേഘാലയയിൽ 2 സീറ്റുകളുമാണ് ഉള്ളത്. മുതിർന്ന ശിവസേന നേതാവും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ മനോഹർ ജോഷി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ലോക്സഭാ സ്പീക്കറായിരുന്നു മനോഹർ ജോഷി. 1937 ഡിസംബർ 2-ന് മഹാരാഷ്ട്രയിലെ റയ്ഗഡ് ജില്ലയിലായിരുന്നു മനോഹർ ജോഷിയുടെ ജനനം. അധ്യാപകനായിരുന്ന മനോഹർ ജോഷി 1967-ലാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. 1995-99 കാലഘട്ടത്തിലായിരുന്നു മനോഹർ ജോഷി മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിരുന്നത്. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ ശിവസേന നേതാവ് കൂടിയായിരുന്നു മനോഹർ ജോഷി. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മനോഹർ ജോഷി 2002-04 കാലഘട്ടത്തിലാണ് സ്പീക്കർ സ്ഥാനം വഹിച്ചത്. NCP ശരത് പവാർ വിഭാഗത്തിന് കാഹളം മുഴക്കുന്ന മനുഷ്യൻ ചിഹ്നം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു. NCP ശരത് ചന്ദ്ര പവാർ എന്ന പേര് ഉപയോഗിക്കാൻ അനുവദിച്ച സുപ്രീം കോടതി ഒരാഴ്ചയ്ക്കകം ചിഹ്നം അനുവദിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ ചിഹ്നത്തിലായിരിക്കും പവാർ വിഭാഗം സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയെന്ന് പാർട്ടി വക്താവ് അറിയിച്ചു. US-ലെ ഹൂസ്റ്റൺ ആസ്ഥാനമായുള്ള കമ്പനി ഇൻഡ്യൂട്ടീവ് മെഷീൻസിന്റെ ഒഡീസിയസ് എന്ന റോബോട്ട് ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങി. ഇന്ത്യൻ സമയം പുലർച്ചെ 4:53-നാണ് ഒഡീസിയസ് ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡർ ഇറങ്ങിയത്. ലാൻഡറിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകൾ തുടക്കത്തിൽ ദുർബലമായിരുന്നുവെന്ന് ഇൻഡ്യൂട്ടീവ് മെഷീൻസിന്റെ ചീഫ് ടെക്നോളജി ഓഫീസർ ടിം ക്രെയിൻ പറഞ്ഞു. പിന്നീട് ലാൻഡറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും ഒഡീസിയസ് ഡാറ്റ അയക്കാൻ തുടങ്ങിയതായും ഇൻഡ്യൂട്ടീവ് മെഷീൻസ് പ്രസ്താവനയിൽ അറിയിച്ചു. ചന്ദ്രോപതലത്തിൽ നിന്നുള്ള ആദ്യ ചിത്രം ഡൗൺലിങ്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് എന്നും പ്രസ്താവനയിൽ പറയുന്നു. സിബി മലയിലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായെത്തിയ ചിത്രം ദേവദൂതൻ റിലീസിന് ഒരുങ്ങുന്നു. സിബി മലയിൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന വരാനിരിക്കുന്ന സിനിമയുടെ പ്രൊമോഷനിടെയാണ് സിബി മലയിൽ ദേവദൂതന്റെ റിലീസിനെ കുറിച്ച് പറഞ്ഞത്. ആരാധകരെ പോലെ ചിത്രം വീണ്ടും കാണാൻ താനും കാത്തിരിക്കുകയാണെന്ന് സിബി മലയിൽ പറഞ്ഞു. സിനിമ 4K-യിലായിരിക്കും റിലീസ് ചെയ്യുക. എന്നാൽ ചിത്രം എന്ന് റിലീസ് ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. സിനിമയുടെ റിലീസിന്റെ സന്തോഷം നിർമ്മാതാവ് സിയാദ് ഖോക്കറും പങ്കുവച്ചു. കാലത്തിനു മുന്നേ സഞ്ചരിച്ച ചിത്രമാണ് ദേവദൂതനെന്നും ടെലിവിഷനിൽ എപ്പോൾ പ്രദർശിപ്പിച്ചാലും സിനിമയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കപ്പെടുമോ എന്നതിൽ വ്യക്തതയാകും വരെ സിനിമ വ്യാപകമായി എത്തിക്കാൻ ഒരു പദ്ധതിയുമില്ലെന്നും സിയാദ് ഖോക്കർ അറിയിച്ചു. വീണ്ടും ഒരു ത്രില്ലർ ചിത്രത്തിൽ ഒന്നിക്കാനൊരുങ്ങി നടൻ അക്ഷയ് കുമാറും സംവിധായകൻ പ്രിയദർശനും. സെപ്റ്റംബറിൽ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കും. തിരക്കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏക്ത കപൂറാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിലെ കഥയിൽ ഒറിജിനാലിറ്റി തോന്നിപ്പിക്കാനായി തിരക്കഥയിലെ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് താനെന്ന് പ്രിയദർശൻ പറഞ്ഞു. സെപ്റ്റംബറിൽ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന ഹൊറർ ത്രില്ലറിനായുള്ള തയ്യാറെടുപ്പിലാണെന്നും സിനിമ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അക്ഷയ് കുമാർ പറഞ്ഞു. അജയ് ദേവ്ഗൺ, ജ്യോതിക, R മാധവൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഷെയ്ത്താന്റെ ട്രെയിലർ പുറത്തിറങ്ങി. വികാസ് ബാലാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ത്രില്ലർ അടുപ്പിക്കുന്ന ഒരു ഹൊറർ ചിത്രമായിരിക്കും ഇതെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. നിഗൂഢതകൾ നിറഞ്ഞ കാഴ്ചകളുമായാണ് ട്രെയിലർ എത്തിയിരിക്കുന്നത്. ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും സമ്പന്നമായിരിക്കും ചിത്രമെന്ന് ട്രെയിലർ ഉറപ്പു നൽകുന്നു. അക്ഷയ് ദേവ്ഗൺ തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ്. സുധാകർ റെഡ്ഡി യക്കാന്തിയാണ് ഛായാഗ്രഹണം. അമിത് ത്രിവേദിയാണ് ഷെയ്ത്താന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ചിത്രം മാർച്ച് 8-ന് തിയേറ്ററുകളിൽ എത്തും.
ദേശീയ ടീമിൽ നിന്ന് വിരമിക്കാനുള്ള തീരുമാനം പിൻവലിച്ച് ജർമ്മൻ മധ്യനിര താരം ടോണി ക്രൂസ് 2024 യൂറോ കപ്പിൽ ജർമ്മനിക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നതിന് വേണ്ടിയാണ് ക്രൂസ് തിരിച്ചെത്തുന്നത്. ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി പരിശീലകൻ ജൂലിയൻ നാഗൽസ്മാന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് താരം വീണ്ടും ജർമ്മൻ കുപ്പായമണിയുന്നത്. മാർച്ച് മുതൽ ഞാൻ വീണ്ടും ജർമ്മനിക്ക് വേണ്ടി കളത്തിലിറങ്ങും. എന്തുകൊണ്ടാണെന്നറിയാമോ? ദേശീയ ടീം കോച്ച് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അതിനുള്ള മാനസികാവസ്ഥയിലാണ്. എനിക്ക് ഉറപ്പുണ്ട് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ ടീമിന് വേണ്ടി എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും ക്രൂസ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2024 സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സും ബാംഗ്ലൂരിനെ നേരിടും. മാർച്ച് 22 വൈകിട്ട് 6:30 ചെന്നൈ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തന്നെ ഇതിഹാസ ക്യാപ്റ്റൻ MS ധോണിയും മുൻ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയും നേർക്കുനേർ വരുന്നത് കാണാം. ഡൽഹി ക്യാപിറ്റൽസിന്റെ ആദ്യ 2 മത്സരങ്ങൾ വിശാഖപട്ടണത്താണ്. ഡൽഹിയിലെ വേദി മത്സരത്തിന് സജ്ജമാക്കാത്തതാണ് കളി മാറ്റാൻ കാരണം. ഇത് 9ാം തവണയാണ് ചെന്നൈ IPL-ൽ ഉദ്ഘാടന മത്സരം കളിക്കാൻ ഒരുങ്ങുന്നത്. ആദ്യത്തെ 21 മത്സരങ്ങളുടെ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരം മാർച്ച് 24-നാണ്. ജയ്പൂരിൽ നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസ് ആണ് എതിരാളികൾ. ഉച്ചകഴിഞ്ഞ് 2:30 വൈകിട്ട് 6:30 മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടീം ഗുജറാത്ത് ടൈറ്റൻസിന് കനത്ത തിരിച്ചടിയായി പേസർ മുഹമ്മദ് ഷമിയുടെ പരിക്ക്. ഇടതുകാലിന് പരിക്കേറ്റ താരത്തിന് IPL സീസൺ പൂർണ്ണമായും നഷ്ടമാകും. പരിക്കേറ്റതിനെ തുടർന്ന് ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തുപോയ ഷമിക്ക് UK-യിൽ ശസ്ത്രക്രിയ നടത്തുമെന്നാണ് BCCI വൃത്തങ്ങൾ അറിയിക്കുന്നത്. 33 വയസ്സുകാരനായ താരം ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ കളിക്കുന്നില്ല. കഴിഞ്ഞ നവംബറിൽ നടന്ന ഏകദിന ലോകകപ്പ് ഫൈനലിലാണ് താരം ഇന്ത്യക്കായി ഒടുവിൽ കളിച്ചത്. ജനുവരിയിൽ പരിക്ക് മാറാനുള്ള കുത്തിവയ്പ്പെടുക്കാൻ ലണ്ടനിലേക്ക് പോയ മുഹമ്മദ് ഷമി ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിൽ ആയിരുന്നു. എന്നാൽ ഇത് ഫലം കാണാതിരുന്നതോടെയാണ് ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചത്. കാലിലെ വേദന സഹിച്ചാണ് ഷമി ഏകദിന ലോകകപ്പ് മത്സരങ്ങൾ കളിച്ചത്. ലൈംഗിക അതിക്രമ കേസിൽ മുൻ ബ്രസീൽ ബാഴ്സലോണ താരം ഡാനി ആൽവസിന് തടവ് ശിക്ഷയും പിഴയും വിധിച്ച് കോടതി. ബാഴ്സലോണയിലെ നിശാ ക്ലബിൽ വെച്ച് സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ താരം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. 4.5 വർഷത്തേക്കാണ് സ്പെയിനിലെ കോടതി ശിക്ഷ വിധിച്ചത്. 1.36 കോടി രൂപയും താരം നഷ്ടപരിഹാരമായി നൽകണം. 2022 ഡിസംബർ 30-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ബാഴ്സലോണയിലെ നിശാ ക്ലബ് സന്ദർശിക്കുന്നതിനിടെ ആൽവസ് ഒരു 23-കാരിയെ പീഡിപ്പിക്കുകയായിരുന്നു. ഒരു സ്വകാര്യ സ്യൂട്ടിൽ വെച്ച് ആൽവസ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ പിന്നീട് കേസെടുക്കുകയായിരുന്നു. യുവതിയെ അറിയില്ലെന്ന് ആൽവസ് അറിയിച്ചെങ്കിലും 2023 ജനുവരി 20-ന് താരം അറസ്റ്റിലായി. ന്യൂസ് മാരത്തൺ പൂർത്തിയാകുന്നു. നമസ്കാരം.